കൊച്ചമ്മേ, എനിക്കൊരു അബദ്ധം പറ്റി. എന്താടാ? ഞാൻ ഉച്ചയ്ക്ക് ബാങ്കിൽ ചോറ് കൊടുത്തേച്ച് വന്നാൽ ചോറ്റുപാത്രം ബിന്ദു കുഞ്ഞിനെ തന്നെ ഏൽപ്പിക്കണമെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കുഞ്ഞിവിടെ ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ചു. പാത്രം കഴുകിയതാണ് അബദ്ധം പറ്റിയത്? അബദ്ധം അതല്ല, പിന്നെ കഴുകാനായിട്ട് പാത്രം എടുത്തപ്പം അതിന്റെ മുകളിലത്തെ തട്ടിലൊരു കവറും അതിനകത്തൊരു പേപ്പറും. എനിക്കിതൊന്നും കൊച്ചമ്മയോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉണ്ട ചോറ് നന്ദി. എന്റെ അന്നദാതാവായ ബിന്ദുക്കുട്ടിക്ക് വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പമായിട്ട് അവതരിക്കാറുണ്ടെന്ന് പറയുന്നത് പോലെ നമുക്കിടയിൽ ഈ ടിഫിൻ കാരിയർ ഒരു സന്ദേശവാഹകനായി അവതരിച്ചിരിക്കുകയാണ്. ഊൺ എനിക്ക് വേണ്ടാന്ന് വെക്കാം, പക്ഷെ ഒഴിഞ്ഞതാണെങ്കിൽ ഈ ടിഫിൻ കാരിയർ ഒരു ദിവസം കാണാതിരിക്കാൻ വയ്യ. ഇന്ന് ബാങ്കിൽ തിരക്കുള്ള ദിവസം ആയതുകൊണ്ടാണ് കത്ത് ചെറുതായിപ്പോയത്. ഇന്ന് രാത്രി തന്നെ എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് പാത്രത്തിൽ കൊള്ളാവുന്ന ഏറ്റവും വലിയ കത്ത് കൊടുത്തയക്കാം. എഴുതി പരിചയമില്ലാത്തത് കൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്നേഹപൂർവ്വം ഓമനക്കുട്ടൻ. ചാക്കോ, ചാക്കോ, ഇതാ ഈ കവർ എവിടെ ഇരുന്നോ അവിടെ വെച്ചേക്ക്. അപ്പൊ പിന്നെ ചോറ്റുപാത്രം തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കാം. പിന്നെ ഈ കവർ കണ്ട കാര്യം ആരോടും പറയരുത്. അത് എന്നോട് പറയണോ കൊച്ചമ്മേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനോ? ശരി. ഹലോ, അതെ. ഓ, എടുക്കുമല്ലോ. എന്റെ കയ്യിലൊരു കാര്യം പണയം വെക്കാനുണ്ട്, കൊടുത്തേക്കട്ടെ? എടുക്കുമോന്നറിയാനാ. എന്താണാവോ പണയം വെക്കാനുള്ളത്? ഒരു കൊച്ചു ഹൃദയം. ഹലോ, നാളെ രാവിലെ 10 മണിക്ക്. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ, ഹലോ, ആരാ? ഓമനക്കുട്ടൻ സാറോ? എന്താ സാർ? ഉണ്ട്, കൊടുക്കാം. കുഞ്ഞെ, ഓമനക്കുട്ടൻ സാർ വിളിക്കുന്നു. ഹലോ, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. നല്ല ആളാ, കണ്ടാത്തോന്ന ഒരു പഞ്ചപാവാണെന്ന്. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അപ്പൊ അച്ചോ, ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഓ, ഈ പട്ടുസാരിക്ക് എന്ത് വിലയായി? 300 രൂപ. ആ വിലക്ക് എന്തായാലും ലാഭം. നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും സഹായിക്കാം. അല്ലെങ്കിൽ പ്രസിഡന്റ് വെറുതെ വഴക്ക് പറയും. അയ്യോ ഞാനില്ല, എന്റെ സാരി ചീത്തയാവും. പിള്ളേരെല്ലാം കൊണ്ട് തിരിഞ്ഞിരുന്നേ, ബഹളം വെക്കരുത്, മിണ്ടാതിരുന്ന് കഴിച്ചോണം. നിക്ക്. അവിടെ ഇരിക്കേ, ഫോണ് കഴിക്കണ്ട മോനെ. ഇപ്പോൾ തരാം കേട്ടാ. ഒന്നുകൂടി ഞാൻ സെക്രട്ടറി വിളിക്കട്ടെ. സെക്രട്ടറി ഒന്നിങ്ങോട്ട് വരൂ. ഒരു ഫോട്ടോ വിളമ്പുന്നതായിട്ട്. വിളമ്പണ്ട, വെറുതെ അവിടെ നോക്കി നിന്നാ മതി. ഫോട്ടോ എടുത്തപ്പോഴേ ചിരിച്ചായിരുന്നോ? ഞാൻ ചിരിച്ചോന്ന് എനിക്കൊരു സംശയം. നമുക്കൊന്നുകൂടെ ചിരിച്ചോണ്ടെടുക്കാം. ഓ പിന്നെന്താ, വിളിക്കട്ടെ. രാവുട്ടി, ചോറവിടെ പറയൂ പ്രസിഡന്റ്. ചോറവിടെ പറയൂ പ്രസിഡന്റ്. ബഹളം ഉണ്ടാക്കാണ്ടിരിക്കാൻ. പിള്ളേരെ നിങ്ങളാണ് പറഞ്ഞത് ബഹളം ഉണ്ടാക്കാണ്ടിരിക്കാൻ. എന്താ വെച്ചോ അവിടെ ആകെ ഒരു ബഹളം? എന്തു പറയാനാ മോളെ, വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിലല്ല അവർക്ക് താല്പര്യം, ഫോട്ടോ എടുക്കാൻ. ഇനി തരൂ, ഞാൻ വിളമ്പാം. പിള്ളേരെല്ലാം വിശന്നിരിക്കുക. അവർ ഊണെല്ലാം കഴിഞ്ഞ് നിറഞ്ഞ മുഖത്തോടിരിക്കുമ്പോ എടുക്കാം. യോഗമേ, ഇതിങ്ങനെ കൂടെ കിടക്കേണ്ടതാ. ആ പ്രസിഡന്റ് എടുത്ത് വളർത്തിയോണ്ടല്ലേ ഇതൊക്കെയാ ദൈവാധീനം എന്ന് പറയുന്നത്. ആ പ്രസിഡന്റിന്റെ കാര്യശേഷം
എല്ലാ സ്വത്തും ഈ കൊച്ചിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കും. നേരെ ഒന്ന് കഴിക്കടാ. ചാക്കോയെ എന്തോ ആ, ആ കറികളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കൊച്ചമ്മ അറിഞ്ഞോണ്ടെല്ലാം പറഞ്ഞിരുന്നു. തിരക്കേടില്ല. അല്ല സാറിന്റെ അഭിപ്രായമല്ല, ഓമനക്കുട്ട സാറിന്റെ അഭിപ്രായമാണ് അറിഞ്ഞോണ്ടെല്ലാം പറഞ്ഞത്. ഇപ്പൊ എന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞാനും ഒരു പങ്ക് കഴിച്ചോണ്ടിരിക്കുകയല്ലേ. പിന്നെ നാളെ മുതൽ കുറച്ച് മാങ്ങാ ചമ്മന്തിയോ മറ്റോ കൊടുത്തയച്ചാ കൊള്ളാമെന്ന് മാനേജർ പറഞ്ഞോന്നൊരു സംശയം. മാങ്ങ ഇല്ലെങ്കിൽ ചമ്മന്തി ചേർത്തിയാണെങ്കിൽ. ഹലോ, മാനേജർ സാറല്ലേ? അതെ. നന്നായിരിക്കുന്നു കേട്ടോ. എന്താ? എന്നിട്ടിരിക്കുന്ന വേഷം എങ്ങനെ അറിയാം? ഇന്ന് കളകള ഷർട്ടല്ലേ ഇട്ടിരിക്കുന്നേ. നല്ല ചേർച്ചയുണ്ട്. പക്ഷെ ഷർട്ട് ഇൻ ചെയ്താ ഇതിന് സ്മാർട്ടായിരിക്കും. നാളെ ഇൻ ചെയ്തേ. കൊടുത്തയക്കട്ടെ ഹൃദയം പണയം വെക്കാൻ. നാളെ രാവിലെ 10 മണിക്ക്. ഹലോ, എന്താ പറഞ്ഞ? രണ്ടടായ്. ഹലോ. എന്തു പറ്റി? അമ്മ ഇവിടെ ഇല്ല. എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ആ നില്ല്. ഫോൺ വെക്കാൻ വരട്ടെ. എന്താ ഇത്ര തിരക്ക്? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ബാങ്കിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഞാൻ ഇത്ര നേരം മൂലയിൽ എന്താ അറിയോ? അമ്മ ഇതുവഴി പോയി. ചാക്കോ, അവൾ ആരോടാ സംസാരിക്കുന്നത്? അത് ബാങ്കിൽ നിന്ന് ആ ഓമനക്കുട്ട സാറാ. മിനിയാന്ന് അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടും ഓമനക്കുട്ട സാർ വരാത്തതിന്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്കറിയാമോ? ഇല്ല. ആ, അപ്പച്ചിയുടെ തിരിക്ക. എന്ന് വെച്ചാ ഓമനക്കുട്ടൻ സാർ ഇപ്പോ അപ്പച്ചിയുടെ പോക്കറ്റിലിരിക്കുക. അമ്മ ഈ ചേട്ടൻ ചുമ്മാ ഓരോന്ന് ഉദ്ദേശിച്ച് പറയാ. ഇവിടെ വരുന്നതിന് അപ്പച്ചി തിരക്കേണ്ട കാര്യം എന്താ? ആ, അവിടെ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. അഥവാ ഓമനക്കുട്ടൻ സാർ ഇവിടെ വന്ന് അപ്പച്ചിയെ കുറിച്ച് വല്ലതും ചോദിച്ചു പോയാൽ അമ്മയുടെ കൊക്കി ജീവനുണ്ടെങ്കിൽ നല്ലൊരു അഭിപ്രായം പറയൂ. അതറിയാം അപ്പച്ചി. അപ്പച്ചി അങ്ങനെയൊന്നും പറയില്ല. പറയും. കാഞ്ഞ സാധനമല്ലേ. ഇന്നോ ഇന്നലെയോ ഒന്നും കാണുന്നതല്ലല്ലോ. അവരങ്ങനെ എന്തെങ്കിലും ഓമനക്കുട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. ഓ, അപ്പച്ചിക്ക് ഭയങ്കര ആയുസ് തന്നെ. ഇപ്പൊ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. സാറിന്റെ മുമ്പ് ഞെളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ. ഈ വഴിക്ക് പോയാ ഇവിടെ കേറാതെ പോകാൻ എനിക്ക് മനസ്സേ വരില്ല. മഹേശ്വരിയുടെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാനേ തേങ്ങ ഇടിക്കാൻ പോകാനിരിക്കായിരുന്നു. അപ്പോഴാ ഓമനക്കുട്ടൻ വീട്ടിലേക്ക് പോന്നറിഞ്ഞത്. എന്നാ പിന്നെ പോകുന്ന വഴിക്ക് സൗകര്യമായിട്ട് ഇറങ്ങാമല്ലോ എന്ന് കരുതി. എന്താ മിസ്റ്റർ ഓമനക്കുട്ടൻ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ? ഇങ്ങോട്ട് കയറുന്നില്ലേ? കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഓമനക്കുട്ടന് സമയമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് നാത്തുനെ, ഒരു ബാങ്ക് മാനേജർ ആയി കഴിഞ്ഞാ എല്ലാ വീട്ടിലും പോകാൻ സഹകരിക്കൊക്കെ വേണ്ടേ? പറഞ്ഞാ കേക്കണ്ടേ? നമ്മൾ ഉന്തിയും തള്ളിയൊക്കെ വേണം വിടാൻ. അന്ന് വീട്ടിൽ ചെന്നപ്പോ അമ്മയും പറഞ്ഞു നമ്മളിങ്ങനെ ഉന്തിയാലേ നീങ്ങുള്ളെന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും പിന്നാലെ നിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ നാത്തുനെ. ഓമനക്കുട്ടൻ ഉണ്ണുന്നതിന് മുമ്പായി വീട്ടിലെത്താൻ വേണം. വരട്ടെ മക്കളെ. പോവാം. വരട്ടെ. ഒരുമിച്ച് ജീവിക്കേണ്ടത് നിങ്ങളല്ലേ, ഞാനാണോ പറയേണ്ടത്? എന്താടി ശാരദേ ഒന്നും മിണ്ടാത്തത്? ഇനിയൊരു കുടി നിർത്താതെ ഞാനിനി അങ്ങോട്ടില്ല. എത്ര നാളായി ഞാനിത് സഹിക്കുന്നു. രാഘവ, എന്തോ പറഞ്ഞത് കേട്ടോ? കേട്ടെ. ഇതുവരെയൊക്കെ ഇഷ്ടം പോലെ ജീവിച്ചത് മതി. മേലാൽ എന്നെ കൊണ്ട് സംസാരിക്കാൻ ഇടവരുത്തരുത്. പൊയ്ക്കോ. പാടി. ആ, എന്താ മൈസ്രേട്ടെ നിന്റെ അഭിപ്രായം? പപ്പായുടെ വിധി ന്യായമായിരുന്നോ? അല്ല. ഓ, എന്തു പറ്റി? പപ്പ എന്തിനാ അവരോട് ആ കള്ളുകൂടിന്റെ കൂടെ ജീവിക്കാൻ പറഞ്ഞ്? അവര് പിരിച്ചയച്ചൂടെ? അതെ, നീ ഇപ്പൊ പറയും. നിന്റെ കല്യാണം കഴിഞ്ഞാലേ പപ്പ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവൂ. പോ പപ്പ. ഹലോ. മാനേജർ സാറിന് പാന്റും ഷർട്ടും മാത്രമേ ഇടൂ. വല്ലപ്പോഴും മുണ്ടും ചുപ്പയിട്ടൂടെ? നന്നായി ചേരും. ഇന്നെന്താ ചന്ദനക്കുറി ഇടാതിരുന്നത്? എന്ത് ഇടണേ? അതുള്ളതാ ഭംഗി. എന്താ മാനേജർ സാർ മൂടുന്നത്? പണയം എടുത്തില്ല ഇതുവരെ. നാളെ രാവിലെ 10 മണി.
നിങ്ങൾ എന്താ ജോയി പറയുന്നത്? മുണ്ടുണ്ടോ? മുണ്ടോ? ജുബ്ബ ഉണ്ടോ? നാളെ മുണ്ടും ജുബ്ബയിടണേ. നാളെ രാവിലെ 10 മണിക്ക് വിളിക്കേ. എന്നാലും എന്നോട് പോലും ഇത് പറഞ്ഞില്ലല്ലോ സാറേ. എനിക്ക് ആളാരാണെന്ന് അറിയില്ല. പിന്നെ ഒന്ന് ചുമ്മാ ഇരിക്കണ സാർ. സത്യം, എനിക്ക് ആളിനെ അറിയില്ല. എന്നും രാവിലെ 10 മണിക്ക് വിളിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ആരോ ആണെന്ന് എനിക്കറിയാം. എന്നിട്ട് ആളിനെ ഇഷ്ടപ്പെട്ടോ ഫോണിലൂടെ? ശബ്ദം കൊള്ളാം. അത് മാത്രമല്ല, എന്നോട് ആരും ഇതേവരെ ഈ രീതിയിൽ പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടാ, അത് കൊള്ളാമല്ലോ. എന്നാ നമുക്ക് ആളിനെ ഒന്ന് കണ്ടുപിടിക്കണം. ഞാനും സഹായിക്കാം. താങ്ക് യു, ബട്ട് കീപ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. ഡെഫിനറ്റ്ലി. ഓമനക്കുട്ടൻ, പ്രസാദം. ഇന്ന് പിറന്നാളല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ആ, ഇത്രയും നാളായി ഞാനെങ്കിലും ഇത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ അമ്പലത്തിൽ പോയി ഓമനക്കുട്ടന്റെ പേരിൽ ഒരു അർച്ചന നടത്തി വരിക. അയ്യോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഓമനക്കുട്ടന്റെ അമ്മ എടുത്തുണ്ടെങ്കിൽ അമ്മ ചെയ്യില്ലേ? അങ്ങനെ ഞാൻ കരുതിയാ മതി. അതുകൊണ്ടല്ല, ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയായിരുന്നു. അപ്പൊ ഞാനാണ് പിറന്നാളിന് ശകുനല്ലേ? നല്ലതാ നല്ലതാ. പിന്നെ ഇന്ന് രാത്രി ഭക്ഷണം എന്റെ വീട്ടിലാ. പോരെങ്കിൽ ബിന്ദുവിന്റെ ഇളയച്ചനെല്ലാം വരുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. വരില്ലേ? ഓ, വരാം. ഞാൻ വരട്ടെ? ഞാൻ വഴിക്ക് തന്നെ വരും. നമസ്കാരം. എന്താ പതിവില്ലാതെ അമ്പലത്തിൽ? ഇന്നെന്റെ ജന്മനാളാണ്. ഓ, നന്നായിരിക്കട്ടെ. ഓമനക്കുട്ടൻ വന്നിട്ട് ഇതുവരെ എന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോ പിറന്നാളായിട്ട് രാത്രി ഭക്ഷണം വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ. ശരി, വരാം. പിന്നെ ഇന്ന് രാത്രി ഭക്ഷണം എന്റെ വീട്ടിലാ. പോരെങ്കിൽ ബിന്ദുവിന്റെ ഇളയച്ചനെല്ലാം വരുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. വരില്ലേ? ഓ, വരാം. അല്ല, ഭക്ഷണം ഉച്ചയ്ക്കാക്കുന്നതിൽ വിരോധമില്ലല്ലോ? അത് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലുണ്ടാവില്ല. ഞാനൊരു പുതിയ വീട് പണിയുന്നുണ്ട്. അതിന്റെ കല്ലിടിയൽ കർമ്മമാണിന്ന്. എന്താ, വൈകുന്നേരം വരാൻ പ്രയാസമുണ്ടോ? അതോ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ വിളിച്ചതുകൊണ്ട് ക്ഷണത്തിന് മാന്യതയില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ വരാം, തീർച്ചയായും വരാം. ഞങ്ങൾ കരുതി ബാങ്ക് മാനേജർ എന്നൊക്കെ പറഞ്ഞാല് ഇത്തിരി തടിയും പൊക്കമൊക്കെ ഉള്ള ആളാണെന്നാ. ഇതാകപ്പാട് ഇത്രയല്ലേ ഉള്ളൂ കേട്ടാ. ഇതാ ചേച്ചി ഞാൻ പറഞ്ഞു, ഇവക്ക് ബുദ്ധിയില്ലെന്ന്. എടേ, ബാങ്ക് മാനേജറുടെ ജോലി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് കണക്കെഴുതാനുള്ളതാ, അല്ലാതെ ഗുസ്തി പിടിക്കാനുള്ളതല്ല. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അത്യാവശ്യം ഗുസ്തി പിടിക്കേണ്ടി വന്നാൽ ഓമനക്കുട്ടൻ പുറകോട്ടൊന്നും പോകത്തില്ല, അല്ലേ ഓമനക്കുട്ട? പിന്നെ ഇനി അധികം വൈകാതെ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഒന്ന് വരണം. അവിടെ വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെടണ്ടേ? ഞാൻ കൈ കഴുകിയിട്ട് വരാം. അല്ല, ഇതാരായത്? എന്താണ് കാര്യപ്പ? നിനക്ക് വഴി വല്ല തെറ്റിപ്പോയോ? എന്താ അപ്പച്ചി വലിയൊരു സഭയൊക്കെ കാണുന്നത്? നീ വലിയ വർത്താനം ഒന്നും പറയണ്ട. ഇത്രയും നാളായിട്ട് നീ ഇപ്പോഴല്ലേ ഒന്ന് കേറിയത്. നീ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ ആഹാരം കഴിക്കേ. വേണ്ട അപ്പച്ചി, രാത്രി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മ വഴക്കുറയും. എന്നാ പായസമെങ്കിലും കഴിക്കേ. അയ്യോ വേണ്ട അപ്പച്ചി, രാവിലെ മുതൽ പായസം കുടിച്ച് വയറ് വീർത്തിരിക്കുക. ഇന്ന് വീട്ടിൽ പായസം വെച്ചോ? എന്താ കാര്യം? അതിപ്പോ ഇവിടെ എന്താ അപ്പച്ചി പായസം വെച്ചത്? ഓ, ഇവിടെ പായസം വെക്കാൻ വല്ല കാരണവും വേണോ? അങ്ങനെയാണെങ്കിൽ അമ്മ വെച്ചതിനും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഓമനക്കുട്ട സാറോട് ഉണ്ടായിരുന്നു. ഓമനക്കുട്ടന്റെ ആദ്യപ്പിന് അറിയാമോ? എന്റെ ബന്ധുവാണ്. അവന്റെ അമ്മ അവനെ പ്രസവിച്ചെന്നേ ഉള്ളൂ. വളർന്നത് മുഴുവൻ എന്റെ അടുത്താ. പിന്നെ അപ്പച്ചി ഞാൻ പോട്ടെ. ശരി, എന്നാ നീ പൊയ്ക്കോ. ഓമനക്കുട്ട സാർ അങ്ങോട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടിയേനെ. ഇല്ലില്ല, സാറ് വരില്ല, നീ പൊയ്ക്കോ. ഞാൻ പോട്ടെ, സമയത്തിനായല്ലോ. പോണോ? ശരി, ഒരു മിനിറ്റ്. ഞാൻ അവരെ ഇപ്പൊ വിളിക്കാം. ദാ നോക്കൂ, ഓമനക്കുട്ടൻ പോണോന്നാ. ഇങ്ങോട്ട് വരൂ മോളാ, ഇങ്ങോട്ട് വരുന്നേ.
ഞാൻ വരട്ടെ. അങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളിനി കാണണ്ട. വരട്ടെ. അമ്മേ, ദേ ഓമനക്കുട്ട സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എടാ, കവിത വീണ പിടിക്കാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. ഇനി ഞാൻ പോയി വിളിച്ചോണ്ട് വരണായിരിക്കും. എന്നെ കൊണ്ടുപോയ്യ, ഞാൻ കുളിക്കാൻ പോവാ. എന്താ എത്ര വൈകിയത്? എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. എനിക്കറിയാം, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം വലിയ തിരക്കുള്ളവരല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. ചോറ് വിളമ്പട്ടെ? ആ, നല്ല വിശപ്പുണ്ടായിരിക്കും അല്ലേ? ടാങ് ടാ ടാങ്. നിങ്ങൾ എന്താ ഈ പറയുന്നത് അങ്കമണി കുഞ്ഞമ്മേ? ഇതൊരു വെള്ളരിക്ക പട്ടണം പോലെ ആയിരിക്കാണല്ലോ. മഹേശ്വരമ്മയുടെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുന്നു, അത് മോള് തന്നെ കൊണ്ടുപോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഓമനക്കുട്ടൻ ഇത് എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ നോക്കിയപ്പോ ഓമനക്കുട്ടൻ എന്റെ മകൾക്ക് പറ്റിയ ഭർത്താവാണെന്ന് എനിക്ക് തോന്നി. ഞാൻ സമ്മതിച്ചു. എന്താ ഉറപ്പുള്ളത്? ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ കണ്ട മറ്റു കാര്യങ്ങളൊക്കെ? ആ, അത് നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനായി അവര് കാണിച്ച പരാക്രമങ്ങളായിരിക്കാം. അതിന് ഓമനക്കുട്ടൻ എന്ത് കഴിച്ചു? എന്റെ മെമ്പറെ, ഇതൊക്കെ ദൈവനിശ്ചയമാ. എന്റെ മോനെ കൊണ്ട് മഹേശ്വരിയുടെ മോളെ കല്യാണം കഴിപ്പിക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അവള് പറഞ്ഞു ആലോചിക്കട്ടെ എന്ന്. ഓമനക്കുട്ടന്റെ പുറകെ ചോറ്റുപാത്രം കൊണ്ട് നടന്നിട്ട് ഇപ്പൊ എന്തായി? എനിക്കും അല്പം വാശിയുണ്ട്. ഈ കല്യാണം ഞാൻ നടത്തും. ആളാരെന്നാ പറഞ്ഞത്? ഓമനക്കുട്ടൻ. ഓ, നമ്മുടെ ബാങ്ക് മാനേജർ. നല്ല ബന്ധമാണല്ലോ. നല്ല ചെറുപ്പക്കാരനാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ചെറുപ്പക്കാരെന്ന് മാത്രമല്ല, അന്തസ്സുള്ള തറവാട്ടിലെയുമാ. ഞാൻ ആ വീട്ടിൽ പോയി അമ്മയും അച്ഛനെയൊക്കെ കണ്ടിട്ട് വന്നിരിക്കുക. പിന്നെ ഓമനക്കുട്ടനാണെങ്കിൽ അല്പസമയം കിട്ടിയ ഉടനെ വീട്ടിലോട്ട് വരും. മോക്കാണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ താമസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ പഴയ മാനേജർ പോയത് ഏറ്റവും പ്രയോജനകരമായിട്ട് വന്നത് മഹേശ്വരി അമ്മയ്ക്കാണ് അല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താന്ന് അച്ഛനെ ഈ വഴിയൊക്കെ? പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്ന. ആ, ഉണ്ടകത്തുണ്ട്. പപ്പ, ഗോകുലത്തിൽ തങ്കമണി കുഞ്ഞുമ്മ വന്നിരിപ്പുണ്ട്. ഓ, നമസ്കാരം. നമസ്കാരം. കുറെ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇരിക്കൂ. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് മംഗളകാര്യമായാലും പ്രസിഡന്റിനോട് ഒരു വാക്ക് പറയുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെയൊക്കെ ഒരു വഴക്കം. ആ ഒരു ബഹുമാനം എനിക്ക് തരുന്നതിൽ സന്തോഷമുണ്ട്. വിവാഹമൊക്കെ നിശ്ചയിച്ചു. അറിഞ്ഞു. നല്ല കാര്യമാണ്. എന്തുകൊണ്ടും നല്ല ബന്ധമാണ്. ഇതിനകം ഇതാര് പറഞ്ഞു? മഹേശ്വരി അമ്മ പറഞ്ഞു. ആ, പറഞ്ഞോ? എന്ത് പറഞ്ഞു? മഹേശ്വരി അമ്മയുടെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ, ആ കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഓമനക്കുട്ടനുമായുള്ള വിവാഹം നടത്താമെന്നോ. നമുക്കെല്ലാം കൂടി സഹകരിച്ച് ഗംഭീരമായി അങ്ങ് നടത്തിക്കളയാം. എന്താ? എന്റെ പൊന്നു നാത്തൂനെ, ഞാൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ദാ നോക്കിയാട്ടെ, ഇതൊക്കെ ഓമനക്കുട്ടൻ എന്റെ മോക്ക് എഴുതിയ കത്തുകളാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മഹേശ്വരി? എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കണമെന്നും ഓമനക്കുട്ടൻ എന്നോട് പറഞ്ഞല്ലേ? സത്യം പറയാം, ദിവസം 4 തവണയെങ്കിലും ബിന്ദുമോളെ ബാങ്കിൽ നിന്ന് വിളിക്കാറുണ്ട്. എടാ ചാക്കോ, ഇത് നമ്മൾ പരസ്പരം കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് വന്ന കുഴപ്പമാണ്. ആ, എന്റെ ഭാഗത്തുണ്ട് തെറ്റ്. കൊച്ചമ്മ എന്നെ വിളിച്ച? ആ, എടാ, ആ ഓമനക്കുട്ടൻ ദിവസവും ബിന്ദുമോളെ ഫോണിൽ വിളിക്കാറില്ലടാ. ഉണ്ട്. ആ,
മിക്കവാറും ഫോൺ ഞാനാ കൊച്ചിനടുത്ത് കൊടുക്കാറുള്ളത്. എന്താ സംസാരിക്കാറുള്ളത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ആ ഒരു വഴക്കം എനിക്കില്ല. അത് രണ്ട് കൊച്ചമാർക്കും അറിയാവുന്നതാണല്ലോ. ആ പോ. അവളാണെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ ഹോസ്റ്റലിൽ താമസിക്കുക. പരീക്ഷ തീരുന്നവരെ അവളിതൊന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അപ്പം അവളുടെ പഠിത്തം തീരും. മഹേശ്വരിയുടെ മകളെന്ന് പറഞ്ഞാൽ എന്റെ മകളെ പോലെ തന്നെയാ. ഓമനക്കുട്ടൻ എന്റെ മകളെ കല്യാണം ആലോചിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. പക്ഷേ ഇവിടത്തെ കാര്യങ്ങൾ നാട്ടിൽ തന്നെ പലരും അറിഞ്ഞിരിക്കുന്നു. ഏതായാലും ഞാൻ ഓമനക്കുട്ടനെ കണ്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. നാത്തൂനെ, സംസാരിക്കുമ്പോ സൂക്ഷിക്കണേ. ആ ഓമനക്കുട്ടിന് ചെറിയ കാര്യം ഇത് മനസ്സ് വേദനിക്കാൻ. ആ പക്ഷെ എനിക്ക് 2 വാക്ക് പറയേണ്ടതായി വരും. ജോയ് സാറേ, ഓ, ഇന്ന് വല്ല വിശേഷ ദിവസമാണോ? എന്തു പറ്റി? നല്ല തങ്കം ആഹാരവും കഴിക്കും. അവിടെ കല്യാണം കഴിക്കണമെന്ന് വാഗ്ദാനം ചെയ്യാറുള്ള ബിരുദന്മാരെ പറ്റി പത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ തന്നെയാണ് രക്ഷപ്പെടാൻ വേണ്ടി അവരും പറയുന്നത്. ഞാൻ കുറെ ജീവിതം കണ്ടതാണ്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് നിങ്ങളെ വീട്ടിൽ വിളിച്ചു കയറ്റി ഒരു ഗ്ലാസ് വെള്ളം തന്നു എന്നുള്ളതാണ്. അയ്യോ അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കെല്ലാം ശരിയായിട്ടേ തോന്നുള്ളൂ. പക്ഷേ മേലാലി എരപ്പാളിത്തര എന്നോട് കാണിക്കരുത്. എന്റെ മകളെ കല്യാണം കഴിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞത് സൗജന്യത്തിന്റെ പേരിലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്റെ മകളാണ്. അമ്മ, ഞാൻ ബഹളം ഉണ്ടാക്കിയാൽ ബാക്കി ആൾക്കാർക്ക് കൂടി മനസ്സിലാവും. ഞാൻ വന്നത് മേലാൽ എന്റെ വീട്ടിൽ കയറാനും പാടില്ല, എന്റെ മകളുമായി സംസാരിക്കാനും പാടില്ല. അമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. പേടിക്കണ്ട. ബാങ്കിലിട്ടിരിക്കുന്ന കാശൊന്നും ഞാൻ എടുത്തു മാറ്റാൻ പോകുന്നില്ല. പക്ഷെ മേലാൽ അതിന്റെ പേരും പറഞ്ഞ് എന്റെ പടി കടക്കാൻ പാടില്ല. ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? സത്യാവസ്ഥ അറിയാതെ എങ്ങനെ പറയാൻ പറ്റും? നീ പൊടി കൊടുന്നു. ഇവനെന്തിനാ അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരേണ്ട കാര്യം? ആ വീട്ടിലെ പെൺകുട്ടിയാണെന്ന് ഇവന് ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടു കൊടുക്കുന്നത്. ഇത് ആൾക്കാർ കാണുന്നില്ലേ? പെണ്ണ് വരുന്നതും പോകുന്നതും ചാപ്പാട് കൊടുക്കുന്നതും. അവിടെ ആൾക്കാർ ആകെ ഇളകിയിരിക്കാം. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അവൻ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം. ആ, നമസ്കാരം. ഇരുന്നാട്ടെ. വേണ്ട. ഈ ഭൂമിയിൽ എവിടെങ്കിലും ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് തനിക്ക് മുമ്പ് വന്നവൻ പറഞ്ഞു പോയത്. അത് തിരുത്തേണ്ടി വരും. ഈ ഭൂമിയിൽ എവിടെങ്കിലും ഒരു നരകം ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന് പറയേണ്ടി വരും. തറവാടുത്തമുള്ള കുടുംബങ്ങളിൽ കയറി അനാവശ്യം കാണിച്ചുണ്ടല്ലോ. ബാങ്കിൽ നിന്ന് ലോൺ അനുവദിക്കണമെങ്കിൽ ഹെഡ് ഓഫീസിന്റെ അനുവാദം വേണമായിരിക്കും. ഇത് ഞങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. കൈകാര്യം ചെയ്തിട്ടുള്ളവനാ ഞാൻ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഊണുമേശയുടെ പുറത്തിരിക്കുന്ന ടിഫിൻകാരര് ഓഫീസ് മേശയുടെ പുറത്തിരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാ. ഞാൻ ഇവിടുത്തെ മെമ്പറാ. ഇവിടുത്തെ ആൾക്കാർ ആകെ ഇളയിരിക്കാണ്. അവിടെ രോഷം ആളി കത്തുന്നതിന് മുമ്പ് നിങ്ങൾ വേണ്ടത് ചെയ്തോ. ഞാൻ എന്ത് ചെയ്യണമെന്നാ? ശബ്ദിച്ചു പോകരുത്. നാളെ വൈകുന്നേരത്തിനകം തന്റെ അച്ഛനെ അവൻ വിളിച്ചു വരുത്തി മഹേശ്വരി അമ്മയെ സംസാരിച്ച് കല്യാണത്തെ കുറിച്ച് തീരുമാനമെടുത്തോണം. ഇല്ലെങ്കിൽ വിവരം അറിയും. ഓഹോ, കൊള്ളാമല്ലോ കിങ്ങിണിക്കര. കേട്ടിടത്തോളം ആൾക്കാരൊക്കെ വളരെ നന്നായിരിക്കുന്നു. ഈ ചുറ്റുപാടിൽ അങ്ങോട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ പോകാതെ നിവൃത്തിയില്ല. നിങ്ങൾക്ക് മറ്റേ കുട്ടിയെ വലിയ ഇഷ്ടമാണല്ലേ? ഞാൻ ഈ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കുമെങ്കിൽ അത് ആ കുട്ടിയെ മാത്രമായിരിക്കും. പക്ഷേ ഈ ഒരു പരിതസ്ഥിതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. എങ്ങനെ? ആരുടെയും ഭീഷണിയെ പേടിച്ചൊളിച്ചോടുന്നത് ശരിയല്ല. ഞാൻ നിങ്ങളോട് വരാം. ഈ വിവാഹം നടത്തി തരികയും ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്താ അത്? മേലിൽ നിങ്ങൾക്ക് വേണ്ടി കിങ്ങിണിക്കരക്കാരോട് സംസാരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അവരെന്നെ നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നോ ലീഗൽ അഡ്വൈസർ എന്നോ വിളിച്ചോട്ടെ. എന്താ? വിരോധമില്ല. എനിക്കിപ്പോ ആവശ്യം എനിക്ക് വേണ്ടി ശക്തിയായി നിൽക്കുന്ന ഒരാളെയാണ്. എക്സ്ക്യൂസ് മീ. ഹലോ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു.
ആ ഒരു ചെറിയ യാത്രയ്ക്കൊന്ന് പ്ലാൻ ഇട്ടു. കേരളം വരെ ഒരു 10-15 ദിവസത്തേക്കാണ്. ഇല്ല, ആ ഗുളി എന്റെ ഉണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ കാര്യം ഇല്ല ഡോക്ടർ, അത് എല്ലാ ഞായറാഴ്ചയും മുറ തെറ്റിക്കാതെ ഞാൻ എടുത്തോളാം. ആ എന്താ അവിടെ ഇഞ്ചക്ഷനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടത്? സുഖമല്ലേ? ഏയ് അതൊന്നും സാരമില്ല. അങ്ങനെ നാളെ നമ്മൾ ഒരുമിച്ച് യാത്രയാകുന്നു. എന്താ? തെറ്റിദ്ധരിക്കരുത്. ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുക എന്ന് വെച്ചാൽ വിധിയായി കരുതിക്കൊള്ളൂ. ഏതായാലും ആദ്യ പകുതി ഓമനക്കുട്ടൻ ഒറ്റയ്ക്ക് കളിച്ചു. രണ്ടാമത്തെ പകുതി നമുക്ക് ഒരുമിച്ച് കളിച്ചു കളയാം. പക്ഷെ കൂടെ നിൽക്കണം. റൈറ്റ്? വീട്ടിൽ കാണും നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിപ്പോ അവിടെ പോയേച്ചല്ലേ വരുന്നത്. ഓമനക്കുട്ടൻ വീട്ടിൽ ചെന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം മഹേശ്വരിയമ്മേ, ഇതിനകത്ത് എന്തോ കള്ളക്കളികളുണ്ട്. എന്റെ പേടി അതല്ല. ഈ ഓമനക്കുട്ടൻ എന്ന് പറയുന്നത് ഒരു ലോല ഹൃദയനാണ്. ഈ നാട്ടിലെ ആളുകളുടെ പിത്തലാട്ടം കണ്ട് പേടിച്ച് ഈ ചെറുപ്പക്കാരൻ വല്ല കടുങ്കയ്യും ചെയ്തു കാണുമോ എന്നാ എന്റെ ഭയം. കൊച്ചമ്മേ, എന്താടാ കാര്യം പറ. വന്നു കൊച്ചമ്മേ. ആര് വന്നു? ഓമനക്കുട്ടൻ സാറ്. അയ്യോ, എവിടെ? നീ കണ്ടോ? ഒറ്റയ്ക്കല്ല, കൂടെ ഒരാളുകൂടി ഉണ്ട്. ആര്? ആരാന്നറിയാമല്ല. വീടിന് മുന്നിൽ കാർ നിൽക്കുന്നത് കണ്ട് രണ്ടുപേരും ഇറങ്ങുന്നത് കണ്ട് അകത്തേ പോകുന്നതും കണ്ടു കൊച്ചമ്മേ. കൂടാര് പിന്നെ? എടാ, അത് ഓമനക്കുട്ടൻ തന്നെയാണോ? ഓമനക്കുട്ടൻ സാർ തന്നെ കൊച്ചമ്മേ. പക്ഷേ എന്നെ കണ്ട് ചിരിച്ചതൊന്നുമില്ല. ഓമനക്കുട്ടൻ സാറ് സാധാരണ എന്നെ കണ്ടാ ചിരിക്കുന്നതാണല്ലോ. ഇല്ല, ഓമനക്കുട്ടൻ സാർ തന്നെ. ശരി, നീ അകത്തേക്ക് പോ. ഞാനൊന്ന് പോയി കണ്ടാലോ? വേണ്ട, നിങ്ങൾ പോകണ്ട. ഞാൻ പോയി കാണാം. എന്നോടാവുമ്പോ ഓമനക്കുട്ടൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അതാ നല്ലത്. ഹലോ, നമസ്കാരം. ഞാൻ പഴയ ബാങ്ക് മാനേജറാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് ചരിത്രത്തിൽ രണ്ടാമതായി പറഞ്ഞത് അത് ഞാനാണ്. മനുഷ്യന്റെ സ്വപ്നമാണല്ലോ സ്വർഗം. റൈറ്റ്? പക്ഷെ ഇവിടെ മാത്രം എന്തേ സ്വർഗത്തു നിന്നും പാവപ്പെട്ട മനുഷ്യർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഓമനക്കുട്ടനെ പറ്റി യാതൊരു വിവരവുമില്ല. എല്ലാവരെക്കാൾ കൂടുതൽ വിഷമിച്ചത് ഞാനാ. കാരണം ഓമനക്കുട്ടനെ ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പൊ പിന്നെ അറിയാം. തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ കാണാൻ ധൃതിയായി. അല്ല, ഓമനക്കുട്ടൻ ഇപ്പൊ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്താ? മാനസികവും ശാരീരികവുമായി മിസ്റ്റർ ഓമനക്കുട്ടൻ വളരെ ക്ഷീണിതനാണ്. ഇപ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മതി, കുളി കഴിഞ്ഞിട്ട് മതി, ധൃതിയില്ല. 2.5 മണിക്കൂറെങ്കിലും എടുക്കും മിനിമം കുളി കഴിയാൻ. ഔഷധവീര്യമുള്ള ഒരു പ്രത്യേകതരം കുഴമ്പ് തേച്ച് വേണം കുളിക്കാൻ. ഉവ്വ. നാളെ ബാങ്കിൽ വരുമായിരിക്കുമല്ലോ അല്ലേ? വരണമല്ലോ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. എന്താ നിർബന്ധമുണ്ടോ? നാം തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് നാം തമ്മിൽ ഇരിക്കുന്ന കസരയുടെ പോലെ ഉള്ളൂ. പേര് പോലും പറഞ്ഞില്ല. അനാഥൻ. എന്താ? അനാഥൻ. അല്ല, ഈ ഗോപിനാഥൻ, ഭാഗ്യനാഥൻ, രംഗനാഥൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അനാഥൻ നാഥൻ എന്നായിരിക്കും അല്ലേ? ഇഷ്ടം. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഭാർഗവമനോട് പറഞ്ഞേക്കൂ ഓമനക്കുട്ടൻ മടങ്ങി വന്നിട്ടുണ്ടെന്ന്. റൈറ്റ്? ഉവ്വ. ആരുടെയൊക്കെ ദൈവാധീനം കൊണ്ടാ ഓമനക്കുട്ടൻ മടങ്ങിയെത്തിയത്. പാവം മനസ്സുകൊണ്ട് വളരെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ചെല്ലുമ്പോ കുളിച്ചുകൊണ്ടിരിക്കുക. വെറും കുളിയല്ല, 2.5 മണിക്കൂർ എണ്ണയും കുഴമ്പും തേച്ചുള്ള കുളിയാ. ഓമനക്കുട്ടൻ നിങ്ങളെ കണ്ട് ചിരിച്ചോ? ചിരിച്ച് കാണണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അകത്തെ മുറിയിൽ ഇരുന്ന് ചിരിച്ചാൽ പുറത്തിരിക്കുന്ന ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ ഓമനക്കുട്ടനെ കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. ഓമനക്കുട്ടനെ ഞാൻ കണ്ടില്ല. കണ്ടെന്നാരാ പറഞ്ഞേ?
പിന്നെ നിങ്ങൾ ആരെയാ കണ്ടേ? അനാഥനെ. അനാഥനോ? ആ, അനാഥൻ. നിങ്ങൾ എന്താണ് ആശാനെ ഈ പറയുന്നത്? ഓമനക്കുട്ടനെ കാണാൻ പോയിട്ട് അനാഥനെ കണ്ടിട്ട് എന്താ കാര്യം? ഓമനക്കുട്ടനെ കാണണമെങ്കിൽ അനാഥൻ സമ്മതിക്കണ്ടേ? അനാഥൻ അകത്തേക്ക് വിട്ടാലല്ലേ ഓമനക്കുട്ടനെ കാണാൻ നോക്കൂ. ഇവനാണെന്ന് അകത്ത് വിടാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആൾക്കാരുടെ വീട്ടിൽ കയറുന്ന പറയാൻ ഇവൻ എന്താ അവകാശം? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അല്ല ആശാനെ, ഇവൻ ആരാണെന്ന് ആശാനെ പറയുന്നത്? ഇവൻ ആരായാലും കൊള്ളാം. ഈ നാട്ടിൽ നടക്കുന്ന സർവ്വമാന വിവരങ്ങളും കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ അവനറിയാം. നിങ്ങളെ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. എന്തിന്? ഞാൻ സെന്റ് ഓഫിന്റെ അന്ന് നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ, ആ കൊച്ചൻ അക്ഷരം പ്രതി കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കും. നിങ്ങൾ എന്തിനാ വരളുന്നത്? അല്ല, ഓർക്കാപ്പുറത്തൊരു അന്വേഷണം വരുമ്പോ അവൻ ആരാ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് വരാമല്ലോ. ഇരിക്കൂ. ഞാൻ ഇവിടുത്തെ മഹിളാ സമാജം പ്രസിഡന്റാണ്. പക്ഷേ ഇവിടെ പെണ്ണുങ്ങളായിട്ട് ആരുമില്ല, ഞങ്ങൾ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം. ഞാൻ വന്നത് ഓമനക്കുട്ടനെ കാണാനാണ്. സോറി, ഇപ്പൊ കാണാൻ ബുദ്ധിമുട്ടാണല്ലോ. അത് പറയാൻ തീരുമാനിക്കാൻ ചെയ്യേണ്ടത് ഓമനക്കുട്ടനല്ലേ? ഓമനക്കുട്ടൻ അങ്ങനെ പറയാനും തീരുമാനിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല. ഞാൻ ഓമനക്കുട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഓമനക്കുട്ടന്റെ അമ്മയും അച്ഛനും നല്ല പരിചയമുണ്ട്. പക്ഷെ അവർ പോലും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉള്ള കാര്യം. അമ്മയും അച്ഛനും അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാറില്ലേ? ആ കൂട്ടത്തിൽപ്പെട്ടൊരു കാര്യമായിട്ട് ഇതിനെ കരുതിയാൽ മതി. ഞാൻ ഓമനക്കുട്ടന്റെ അമ്മയെ പോലെയാണ്. അമ്മയെ പോലെയാണ്? അമ്മയല്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതല്ലാതെ മറ്റു വല്ലതും പറയാനുണ്ടോ? ഒരു പരിചയമില്ലാത്ത, പേര് പോലും അറിയാത്ത നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? അല്ല, എനിക്ക് പേരില്ലാന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. പേരൊക്കെ ഉണ്ട്. അനാഥൻ. അനാഥനോ? ആ പേരിന് പിന്നെ ഒരു ഐശ്വര്യം ഇല്ലല്ലോ. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 7ാമത്തെ വയസ്സിൽ മരിച്ചുപോയ സുരേഷ് എന്നൊരു മകനില്ലേ, ആ പേരിൽ എന്നെ വിളിച്ചാൽ മതി. Steady, please. Keep a smile. Right. ഒരു കാര്യം ചോദിച്ചാൽ ഓവനക്കുട്ടൻ എന്നോട് സത്യം പറയാമോ? ഒരു തുമ്പിയെ കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായി? തുമ്പിയെ കാണണമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയാല്, അതും ഈ പ്രായത്തിൽ നടക്കാൻ തുടങ്ങിയാല് ആൾക്കാർ പറയും വട്ടാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ നേരം? ശരിയാണ്. ഞാൻ ഓർത്തു പോവാണ് ഓവനക്കുട്ട. ഓണക്കാലം, ഞങ്ങൾ കുറെ പിള്ളേർ, ഒരു തുമ്പി. ഞങ്ങൾ ഒരുമിച്ച് പാടും. തുമ്പി തുമ്പി കല്ലെടുക്ക്, തുമ്പി കല്ലെടുക്കും. അന്നൊക്കെ പറമ്പിൽ നിറയെ മാവുകളാണ്. മാവിൽ നിറയെ മാങ്ങ, പഞ്ചാര മാങ്ങ, ചക്കര മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, മൂവാണ്ടൻ മാങ്ങ. ഈ പഴുത്ത മാങ്ങയ്ക്ക് ഒരു നല്ല മണം ഉണ്ടറിയാം. അന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നിടത്താ കാറ്റ്. ഞങ്ങൾ പിള്ളേർ മാറി എന്ന് വിളിച്ചു പറയും, കാറ്റേവാ കാറ്റേവാ, ഒരു മാമ്പഴം ഇട്ടേച്ച് പോകാമോ എന്ന്. ആ നിമിഷം കാറ്റ് വരും, മാവിന്റെ ശിഖരങ്ങൾ ഉലയ്ക്കും. അല്ല, എന്താ ഓമനക്കുട്ടൻ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഒളിച്ചുകൾ എവിടെ കൊണ്ട് ഞാൻ എത്തിക്കുമെന്നാണ്. ഒളിച്ചുകളി? ആ, എന്നോടൊപ്പം താമസിക്കുന്നു, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയുന്നു. പക്ഷേ ആരാണെന്ന് എന്നോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് സാരമില്ല, പറയേണ്ട സമയം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. തൽക്കാലം ഓമനക്കുട്ടനും കവിതയും തമ്മിലുള്ള വിവാഹം നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനു മുമ്പ് എല്ലാം ഒന്ന് കലങ്ങി തെളിയണം. ആ മഹിളാ സമാജം ഉണ്ടല്ലോ, ശരിക്കൊന്ന് കലങ്ങിയിട്ടുണ്ട്. അവർക്കെന്നെ ഇപ്പൊ കിട്ടിയാൽ കൊത്തിയെരിഞ്ഞുപ്പിലിടാനുള്ള ദേഷ്യമുണ്ട്. വാ തുറന്ന തറുതലിയെ പറയൂ. പേര് ചോദിച്ചപ്പോ പറഞ്ഞു അനാഥനെന്ന്. അങ്ങനെ ഒരു പേരുണ്ടോ നാത്തൂന്? അല്ല, പേരിന്റെ കാര്യം അതിപ്പോ എന്ത് പേര് വേണമെങ്കിലും ആവാം. പരിഷ്കാരവും മൂത്ത് ആണും പെണ്ണും കെട്ട പേരുകളാണല്ലോ ഇപ്പൊ എല്ലാം. പക്ഷെ സുരേഷ് മരിച്ച കാര്യമൊക്കെ കൃത്യമായിട്ട് പറയാന്ന് വെച്ചാ ഓമനക്കുട്ടൻ പറഞ്ഞിട്ടാണെങ്കിലോ? ഇല്ല നാത്തൂനെ, ഞാൻ ഓമനക്കുട്ടനോട് ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാതെ ഓമനക്കുട്ടൻ അറിയാനും പോകുന്നില്ല.
ഓമനക്കുട്ടനോട് എന്ത് ചോദിച്ചാലും ഉത്തരം അനാഥനെ പറയൂ. ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആണ് പോലും. പക്ഷെ സുരേഷിന്റെ കാര്യം പറഞ്ഞത് മുതൽ എനിക്കാകെ ഒരു പരിഭ്രമം. ഇയാൾ ആരാണെന്നാ? ഞാനൊരു അഭിപ്രായം പറയാം. മഹേശ്വരി ഭാവവ്യത്യാസം ഒന്നും കാണിക്കാതെ പഴയതുപോലെ അങ്ങ് പെരുമാറുക. പണ്ടത്തെ പോലെ ചോറ് കൊടുത്തയക്കുക, കുശലങ്ങൾ അന്വേഷിക്കുക. പക്ഷെ ഈ അനാഥനെ ഓർത്ത് മഹേശ്വരി ഒഴിഞ്ഞു നിൽക്കുന്നത് തീരെ ബുദ്ധിയല്ല. മാത്രമല്ല, ഓമനക്കുട്ടന്റെ ശരിയായ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണമല്ലോ. പാപ്പാ, ഇവിടെ കൊയലപ്പുണ്ടോ? ഇവിടുത്തെ കൊയലപ്പത്തെ പറ്റി ഇങ്ങക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. ഇങ്ങടെ നാടേതാ? ഊട്ടി. അല്ല, ഊട്ടിയിൽ വരെ നമ്മളെ കൊയലപ്പത്തെ പറ്റി കേട്ടിരിക്കണല്ല. അതിരിക്കട്ടെ, ഒരു കൊയലപ്പം തന്നെ ഇപ്പൊ എന്താ വഴി? ഇല്ല പിള്ളേ, കൊയലപ്പം ഉണ്ടാക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മളെ ബീവിയായിരുന്നു അതിന്റെ ഒക്കെ ആള്. ഓള് മയ്യത്തുമായി ഐഷമോളെ നമ്മൾ കെട്ടിച്ചു വിടുകയും ചെയ്തു. കൊയലപ്പവും പോയി. ഇപ്പൊ പിന്നെ ആരിക്ക് വേണം കൊയലപ്പം? എല്ലാവർക്കും പ്രൈ മതിയല്ല. ആട് പ്രൈ, മാട് പ്രൈ, കോഴി പ്രൈ. കോഴീനെ അറുത്ത് കറി വെച്ച് കോഴി അല്ലാണ്ടാക്കി കൊടുക്കണം. അതാണിപ്പൊ എല്ലാവർക്കും വലിയ ഇഷ്ടം. മനു സാറേ, ഞമ്മള് കുറെ നാളായിട്ട് പറയണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ കടയുടെ പുറയില് ഞമ്മളെ ഉടപ്പുറന്നുള്ള 2 മുറിയുള്ള ഒരു പെരയുണ്ട്. ഓളെ കെട്ടിയനാണെങ്കിൽ മയ്യത്തായി. ബാങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ കഴിയാനുള്ള വകയാകുമല്ലോ. ഞാൻ ശ്രമിക്കാം. വേണ്ട വേണ്ട, അതുപടി ഇരിക്കട്ട്. നമ്മള് കണക്കിൽ എഴുതിക്കൂടാന്ന്. പോകാം. അല്ല, ഇത് പടം പിടിക്കണ പെട്ടിയാണല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞമ്മൾ ഈ കടയുടെ മുന്നിൽ നിന്ന് തരാം. നിങ്ങൾ പടം കൊടുത്തോളി, പെരുത്ത് ഉഷാറായിട്ടുണ്ടാവും. അത് ഞങ്ങളൊരു ദിവസം കുറച്ചുകൂടെ വെട്ടമുള്ള നേരത്ത് വരാം, പകല്. അപ്പൊ എടുക്കാം. അല്ല, നമ്മുടെ ജോയ് സാറില്ലേ ഇവിടെ? സാറ് കുറച്ച് ദിവസം ലീവിലാ. പിന്നെ നമ്മുടെ ഓമനക്കുട്ട സാറിന്റെ അടുത്ത് ആ തൊപ്പി വെച്ചിരിക്കുന്ന ആളെ ഏതാ? അത് സാറിന് ഏതോ വേണ്ടപ്പെട്ട ആളാ. അങ്ങേരെന്തിനാ എപ്പോഴും കയറി ഇവിടെ കുത്തിയിരിക്കുന്നത്? അങ്ങനെ ബാങ്ക് ഇരിക്കാൻ സമ്മതിക്കോ? ആർക്കറിയാം. ഓഹോ. താങ്ക് യു. ഹലോ, നിൽക്കണം. തന്റെ പേര് പറഞ്ഞില്ലല്ലോ. ചാക്കോ. റൈറ്റ്. എങ്ങനെയുണ്ട് ചാപ്പാട്? കൊള്ളാമോ? അല്ല, കൊച്ചമ്മ ചോദിക്കണമെന്ന് പറഞ്ഞു. എന്നോടോ ഓമനക്കുട്ടനോടോ? രണ്ടുപേരുടെ അഭിപ്രായം ചോദിക്കണമെന്ന് കൊച്ചമ്മ പറഞ്ഞു. ചാക്കോ, ഇവിടെയുള്ള ബാക്കി ബാങ്കിലേക്കെല്ലാം നമ്മുടെ കൊച്ചമ്മ തന്നെയാണോ ആഹാരം സപ്ലൈ ചെയ്യുന്നത്? അങ്ങനെയല്ല, കൊച്ചമ്മ പറഞ്ഞാൽ ഞാൻ കൊണ്ടുകൊടുക്കും. അത് ശരി. ഊണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓ, ഇത്ര നല്ലൊരു ഭക്ഷണം ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഊണിന് ഞാൻ ഒരു 7 രൂപ വില ഇടുന്നുണ്ട്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നല്ലോ. എത്ര പപ്പടമായിരുന്നു? 2 പപ്പടം. 2 പപ്പടം. അപ്പൊ അതിനൊരു 50 പൈസ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ 7 രൂപ 50 പൈസ. ബാക്കിയുള്ള 2.5 രൂപ. അയ്യോ സാർ, ഇത് കാശിനുള്ളതല്ല. ചുമ്മാ തിരി ചാക്കോ, എനിക്കിതിന്റെ പരിപാടിയൊക്കെ അറിയില്ലേ. ചില ആൾക്കാര് ഹോട്ടൽ എന്നുള്ള ബോർഡ് വെച്ച് കാശുണ്ടാക്കും. കൂടുതൽ പ്രയോജനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വീട്ടിൽ ചാപ്പാടുണ്ടാക്കി അങ്ങോട്ട് കൊടുത്തയക്കും. അയ്യോ, കൊച്ചമ്മയ്ക്ക് ചോറ് ബിസിനസ് ഇല്ല. പക്ഷെ ഇതിൽ കുറച്ച് ബിസിനസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ബിസിനസ് ചോറാണ്, റൈറ്റ്? സ്വല്പം കാശൊക്കെ കയ്യിൽ നിന്ന് മുടക്കി ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെയൊക്കെ ദേഹത്ത് പിടിക്കത്തുള്ളൂ. പിന്നെ നാളെ മുതൽ നമുക്ക് ഈ ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റണം. ചുമ്മാ ഈ വെണ്ടയ്ക്കയും വഴുതനയൊക്കെ എത്ര ആൾ കഴിക്കാൻ പറ്റും? ആട്ടിറച്ചിയോ കോഴിയിറച്ചിയോ മാട്ടിറച്ചിയായാലും കുഴപ്പമില്ല. അവൻ കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിച്ചോളാം. ഞാൻ സ്വല്പം കഴിച്ച് ശീലിച്ച കൂട്ടത്തില് ആ വിവരം കൊച്ചമ്മയോടൊന്ന് പറയുകയും വേണം, റൈറ്റ്? ഓ, നിനക്ക് നാളല്ലടാ കാശ് വാങ്ങിക്കാൻ. അയാൾ തന്നെ തന്നെ നീ വാങ്ങിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ കാശ് വാങ്ങിച്ചതല്ല, എന്നെ അടിച്ചേൽപ്പിച്ചതാ. ഇവനാരായി തോന്നിയ ദിവസം കാണിക്കാൻ? എന്താ അവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ചോദിക്കാനും പറയാനും അല്ലേ മെമ്പറെ ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിർത്തറ, നീ അകത്ത് പോ. എന്നാലും എന്റെ മെമ്പറെ, നമുക്കിത് വലിയ ക്ഷീണമായി പോയല്ലോ. മെമ്പറെ കേട്ടത് മനസ്സ് വെച്ചോണ്ടാ മതി, ആരോടും പറയരുത്. ഏതായാലും ഇനി ഞാൻ ചോറ് കൊടുത്തയക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല മഹേശ്വരിയമ്മേ. നമ്മൾ ആരും അറിയാതെ ഈ നാട്ടിൽ വന്ന് താമസിക്കുന്ന ഇവനെ ഒന്ന് മനസ്സിലാക്കണ്ടേ? ഓമനക്കുട്ടനെ കണ്ടെന്ന് ചോദിക്കാന്ന് വെച്ചാ ഇയാള് വാലത്തൊക്കെ നടക്കല്ലേ, പോലീസ് കാവല് പോലെ.
ഞാനൊരു കാര്യം ചെയ്യാം. പ്രസിഡന്റിനെ കൊണ്ട് ഓമനക്കുട്ടനെ അങ്ങോട്ട് വിളിപ്പിക്കാം. അപ്പൊ വിവരങ്ങൾ അറിയുകയും ചെയ്യാമല്ലോ. ഓമനക്കുട്ടനില്ലേ ഇവിടെ? ബാങ്ക് മാനേജർ ഉണ്ടോന്ന് മനസ്സിലായില്ല. ഞാൻ ഭാർഗവമുള്ള. എനിക്ക് മനസ്സിലായില്ല. ഈ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇതാണെന്ന് മനസ്സിലാക്കി വന്ന ഒരാൾ. ഹലോ, നിൽക്കണം. എവിടെ പോകുന്നു? എനിക്കാണ് നിങ്ങളെയല്ല, ഓമനക്കുട്ടനെ. ഇപ്പോൾ സാധ്യമല്ല. ഞാൻ പ്രസിഡന്റ് പറഞ്ഞിട്ട് വന്നതാ. പ്രസിഡന്റിനും സാധാരണക്കാരനും ഒക്കെ നിയമം ഒന്നല്ലേ? പ്രസിഡന്റ് ഓമനക്കുട്ടനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ. അത്യാവശ്യം പ്രസിഡന്റാണെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കാണണം. ഇവിടെ പ്രസിഡന്റ് ആരെ അങ്ങോട്ട് പോയി കാണാറില്ല. പ്രസിഡന്റിനെ ചെന്ന് കാണാറേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ഈ ഭരണഘടന ഒന്ന് മാറ്റി എഴുതാം. താൻ ആരാവോ ഇതൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഭാർഗവൻ പിള്ളയെ അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്തു കേട്ടോ. പക്ഷേ ഇതല്പം കടന്നുപോയെന്നൊരു സംശയം. ഭാർഗവൻ പിള്ള ഈ നാട്ടിലെ സ്വാധീനമുള്ളൊരു പഞ്ചായത്ത് മെമ്പറാ. അയാൾ വന്നത് പ്രസിഡന്റ് പറഞ്ഞയച്ചിട്ടുമാണ്. ഇവിടെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ദൈവത്തെ പോലെയാ. ഞാനൊരു ബാങ്ക് മാനേജറായിട്ടൂടെ ജോലി ചെയ്യുമ്പോ ഇവരെയൊക്കെ ഇങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയാൽ വിളിക്കാൻ തേച്ചതൊക്കെ പാണ്ടാകുമെന്നാ എന്റെ പേടി ഇപ്പോ. ഓഹോ, ഞാൻ പറഞ്ഞതിന് സ്വല്പം കടുപ്പം കൂടിപ്പോയല്ലേ? ഓമനക്കുട്ടൻ പറഞ്ഞ നേരാ. നാട്ടിലെ പ്രധാനപ്പെട്ട ദിവ്യന്മാര് അത്ര പെട്ടെന്ന് പിണക്കാനും പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഓമനക്കുട്ടന് വേണ്ടി ഞാൻ പോയി പ്രസിഡന്റിനെ കാണാം. റൈറ്റ്?